വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു കാബേജ് തോരൻ ഉണ്ടാക്കാം. കാബേജിൻ്റെ കളർ വയലറ്റ് കളർ കാബേജ്. നിങ്ങൾ പലരും സൂപ്പർ മാർക്കറ്റുകളിലും പച്ചക്കറി കടകളിലുമെല്ലാം ഈ കാബേജ് കണ്ടിട്ടുണ്ടാവും. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഞാനിവിടെ ഒരു ചെറിയ കാബേജാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവയെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കാം. ഇത് നമുക്ക് സലാഡിനായാലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെറിയ കഷ്ണങ്ങളായി ഇവയെല്ലാം നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായൊരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് കപ്പിലെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയെല്ലാം നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ചട്ടിയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മറ്റു ചേരുവകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വലിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ കാബേജ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രേറ്ററിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ചെറുതായി തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവയൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിവയൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ കാബേജ് എല്ലാം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമ്മൾ സാധാരണ മറ്റ് കാബേജ് വെക്കുന്നത് പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. ഇനി ഇതിലേക്ക് സവാളയോ വെളുത്തുള്ളിയോ ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറട്ടെ. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നീട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ കാബേജ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കറി തയ്യാറായി വന്നപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച കളറിനേക്കാൾ ഇപ്പോൾ ഇതൊരു വയലറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.